ഇവിടെ വന്ന് അച്ഛനെ കണ്ടതിന് ശേഷം എനിക്ക് അതുവരെ എൻ്റെ ഏജൻസിയിൽ നിന്നോ ഹോസ്പിറ്റലിൽ നിന്നോ ഒരു റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല. പക്ഷെങ്കിൽ അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടിയതിന് ശേഷം എൻ്റെ ഏജൻസിയിൽ എൻ്റെ പേപ്പർ വർക്ക് ഹാൻഡിൽ ചെയ്തിരുന്ന ഒരാളെ മാതാവ് ചേഞ്ച് ചെയ്തു. പകരം വേറൊരാളായി. ആ പുള്ളി എന്നെ നിരന്തരം എൻ്റെ ഒരു ഫ്രണ്ടിനെ പോലെ എന്നെ വിളിക്കും, ടെൻഷൻ അടിക്കേണ്ടെന്ന് പറയും. എൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. ഹോസ്പിറ്റലിൽ തന്നെ എന്നോട് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ആ സമയങ്ങളിൽ എനിക്ക് ചേംബർ അറ്റസ്റ്റേഷൻ എന്ന് പറഞ്ഞ ദുബായിൽ നിന്ന് ഒരു അറ്റസ്റ്റേഷൻ വേണമായിരുന്നു. അത് കംപ്ലീറ്റ് ആയാൽ മാത്രമേ കുവൈറ്റ് എംബസി അറ്റസ്റ്റേഷൻ നടക്കത്തുള്ളൂ. പക്ഷേ വെരി അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഹോസ്പിറ്റലിൻ്റെ ഓണർ ആ സമയത്ത് ഒരു കേസിൽ പെട്ട് ജയിലിലായി. ആ സമയത്ത് എനിക്ക് സിഗ്നേറ്ററി സീല് തരേണ്ടത് ഈ ഓണറാണ്. പക്ഷെങ്കിൽ ഓണർ ഇല്ലാത്ത സമയത്ത് എനിക്ക് അദ്ദേഹം പുറത്തുനിന്ന് ഇറങ്ങിയാൽ മാത്രമേ എനിക്ക് സീല് കിട്ടത്തുള്ളൂ. എനിക്ക് യാതൊരു വഴിയില്ല. അദ്ദേഹം എന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമെന്ന് എനിക്കറിയില്ല. അത് സീല് കിട്ടാതെ എൻ്റെ ഒരു പ്രോസസ്സ് ഇനി മുന്നോട്ട് നീങ്ങത്തില്ല. ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാനിത് ഒറ്റയ്ക്ക് എടുത്ത തീരുമാനമല്ല. മാതാവ് പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ ജോലിക്ക് അപേക്ഷിച്ചാണ്. ഞാൻ ആഗ്രഹിച്ചൊരു രാജ്യമല്ല, ഞാൻ ആഗ്രഹിച്ച ജോലിയല്ല. അമ്മയും ഈശോയും പറയുന്നു, ഞാൻ കേൾക്കുന്നു. അതുകൊണ്ട് ബാക്കിയുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യണമെന്ന്. ഈശോയും മാതാവും കൂടെ എനിക്ക് വേറൊരു ഹോസ്പിറ്റലിൽ വേറൊരു അധികാരിക്ക് ഇവർ പവർ ഓഫ് അറ്റോർണി കൊടുത്ത് എനിക്കൊരു ഓൾട്ടർനേറ്റീവ് സീല് തന്ന് എൻ്റെ ചേംബർ അറ്റസ്റ്റേഷൻ കംപ്ലീറ്റ് ആയി. വീണ്ടും 30-40 ദിവസം എടുക്കേണ്ടിരുന്ന പ്രൊസീജിയറുണ്ട്. പക്ഷേ വെറും 3 ദിവസം കൊണ്ട് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ എനിക്ക് ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്ത് തന്നു. അതിനുശേഷം പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഓരോ മൈൽ സ്റ്റോൺസും നടന്നത് മാതാവിൻ്റെ പ്രത്യേക ദിവസങ്ങളിലാണ്. മാതാവിൻ്റെ വിമല ഹൃദയ തിരുനാളിന് ഞാനിവിടെ വന്നിരുന്നു. മാതാവിൻ്റെ വിമല ഹൃദയ തിരുനാളിന് ഞാൻ ദണ്ഡവിമോചന കുമ്പസാരം നടത്തി. അന്ന് വൈകിട്ട് തിരിയിൽ ഒരു വലിയ ഹൃദയം അമ്മ എനിക്ക് കാണിച്ചു തന്നു. എൻ്റെ ഫോണിൽ ഒരുപാട് ഇങ്ങനത്തെ തിരിയിലെ അത്ഭുതങ്ങൾ, മാതാവിൻ്റെ പാരിഷൻസ് ഒരുപാട് ഞാൻ കൃപാസനത്തിന് വേണ്ടി ഒരു ഫോൾഡർ ഉണ്ടാക്കി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആദ്യത്തെ എനിക്ക് മാതാവ് അങ്ങനെ ഒരു അനുഭവം തരുന്നതെന്നാണ് എനിക്കൊരു തിരിഹൃദയം കാണിച്ചു തന്നു. അന്ന് വൈകിട്ട് എൻ്റെ കോട്രാബേ വെരിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം കർമ്മല മാതാവ് തിരുനാളിൻ്റെ ദിവസം എനിക്ക് കോട്രാബേ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു. ലൈസൻസിങ് തുടങ്ങി. അതിനുശേഷം മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ അന്ന് ലൈസൻസിങ് കംപ്ലീറ്റ് ആയി. MOH വിസയ്ക്ക് സബ്മിഷൻ ചെയ്യാമെന്ന് പറഞ്ഞ മെയിൽ വന്നു. മാതാവിൻ്റെ ജന്മ തിരുനാൾ സെപ്റ്റംബർ 8 എൻ്റെ പള്ളിപ്പെരുന്നാളാണ്. ഞാൻ നോയമ്പെടുത്ത് പ്രാർത്ഥിച്ചിരുന്നു. സെപ്റ്റംബർ 8 മാതാവിൻ്റെ ബർത്ത്ഡേക്ക് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. മാതാവിൻ്റെ തിരുനാൾ കുർബാനയ്ക്ക് 4 മണിക്ക് കയറി 4:05 ആയപ്പോൾ എൻ്റെ വിസ സബ്മിഷൻ നടന്നു. സെപ്റ്റംബർ 14 വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ അന്ന് വിസ തന്ന ദൈവം എന്നെ അനുഗ്രഹിച്ചു. അതിനുശേഷം സെപ്റ്റംബർ 18 എനിക്ക് മെഡിക്കലായിരുന്നു. മെഡിക്കലിന് പോകുന്ന സമയത്ത് ഞാൻ തീർത്ഥാടന ഉടമ്പടി കഴിഞ്ഞു. 90 ദിവസം കംപ്ലീറ്റ് ആയി അടുത്തത്. അപ്പം ഞാൻ പുതുക്കണമായിരുന്നു.